തിരിച്ചു വരാമെന്നല്ല, എന്താ വെറുതെ മറ്റേ ആ ഗോപി സുന്ദർ എനിക്ക് തോന്നുന്നു സ്വന്തമായിട്ട് ഒറിജിനൽ സ്കോർ ചെയ്ത ഈ പടത്തിലാന്ന് തോന്നുന്നു. വെറുതെ സൗണ്ടും തലയും വെറും തല്ലിപ്പൊളിപ്പടം. ഒന്നുമില്ല. ആദ്യം ഇന്റർവ്യൂ വരെ കുറെ സീരിയൽ പോലെ ചാത്ത അവിഞ്ഞ പടം ഒട്ടും കൊള്ളത്തില്ലടാ, ഒരു ഭാഗ്യം കൊള്ളത്തില്ല. ഇനി ഒരു വാക്ക് ഇയാൾ മിണ്ടിയാൽ ഉറപ്പായിട്ട് ഞാൻ ഇയാളെ തല്ലും. ഒരു വാഗ്യക്ക് കൊള്ളത്തില്ല പടം. ഈ സിനിമ എഴുതിയിരിക്കുന്നത് ഫാഹിം സഫർ ആൻഡ് നൂറിൻ ഷെരീഫ്. അതുകൊണ്ട് ഇപ്പൊ എന്താ? അല്ല, സഫറിങ് ആയിപ്പോയി. സഫർ എഴുതിയിട്ട് വല്ലാത്ത സഫറിങ് ആയിപ്പോയി. ലാലേട്ടൻ ഇൻട്രോ മാത്രം കൊള്ളാം. ലാലേട്ടന്റെ കോമഡി റോളാണ് കൊടുത്തേക്കുന്നത്. വലിയ രസമില്ലായിരുന്നു, കുഴപ്പമില്ല. ഒരു കുഴപ്പമില്ല, സന്തോഷമുള്ളൂ മക്കളെ, സന്തോഷായി. கொஞ்சம் அங்கே பாரு கண்ணா. ഈ ലോജിക്കും മായാടിയൊക്കെ നോക്കിയിട്ട് പടം കാണാൻ പറയല്ലോ. പടം 2.5 മണിക്കൂർ പ്യുവർ എന്റർടൈൻമെന്റ്. എടാ, ഇത് സത്യമായ കാര്യമാണോ അതോ അല്ലാന്നോണ? ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതല്ലേ. ദിലീപ് കൊണ്ടുപോയ പടം ലാലേട്ടൻ വന്ന് ഒറ്റയടിക്ക് നോക്കി. ഇത് അയാളുടെ കാലമാണ്. ദിലീപ് കംബാക്ക് അടിച്ച സിനിമ എന്ന് പറയാം. ഇനി അങ്ങോട്ടുള്ള സിനിമ എങ്ങനെ അടിക്കുന്ന അറിയില്ല, പക്ഷെ ഈ സിനിമ തൂക്കിയെന്ന് വെച്ചാൽ തൂക്കി. ലൈക്ക് എന്റർടൈൻമെന്റിന്റെ അങ്ങേ അറ്റം ഉണ്ട്, അങ്ങേ അറ്റം. 2.5 മണിക്കൂർ ഒരു ലാഗും ഇല്ല, ഒരു ലാഗ്, 0% ലാഗ്. തിയേറ്റർ വൈബ് മാത്രമാണ് ഈ സിനിമയിൽ മൊത്തത്തിൽ. സത്യം പറയണ്ടായിരുന്നു. ദിലീപ് ഫസ്റ്റ് ഹാഫ് കിട്ടില്ലോന്ന് വെച്ചാൽ അങ്ങേറ്റം. സെക്കൻഡ് ഹാഫ് ബിഗ്. പിന്നെ ലാലേട്ടൻ വന്നു കഴിഞ്ഞാൽ തൂക്കി ആ മുണ്ട് മടക്കി സൗണ്ട് കേട്ടോളൂ. നീ വലിയവനാടാ. നേരെ പറയാൻ പോലും പറ്റില്ല. മുണ്ട് മടക്കിയുള്ള ആ ഒരു നിപ്പം മീശ മോനെ. ആ തിയേറ്ററിന്റെ ബ്ലാസ്റ്റ് ഉണ്ടല്ലോ, ഷെയ്ക്കായി, തിയേറ്റർ ഫുള്ള് ഷെയ്ക്കായി. താങ്ക് യു.